ഞാനെൻ പിതാവിൻ ഭവനത്തിൽ പാർക്കണം എന്നരുളി ചെയ്ത ക്രിസ്തുവെ പോൽ മാതാപിതാ ബന്ധുമിത്രങ്ങളെ വെടിഞ്ഞാശ്രോതൻ പള്ളിയിൽ താമസമാ. ബാവ ബാലനായിരിക്കെ ഞാൻ ഒരു ദയറാക്കാരനായി എന്റെ പിതാവിനോടൊത്ത് ദയറായിൽ തന്നെ വസിക്കും എന്നൊരു ദീർഘദർശനത്തോടെ തന്നെ തന്റെ മാതാപിതാക്കളോട് പല ആവർത്തി പറയുമായിരുന്നു. ദേവാലയത്തിൽ താമസിച്ചു, വിദ്യാഭ്യാസം ചെയ്തു. 1887 വിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് ഷെമ്മാശ പട്ടം നൽകി. ഏറെ താമസിയാതെ തന്നെ 1889 ബാവ തിരുമനസ്സുകൊണ്ട് ഷെമ്മാശിനെ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. അവസരം ലഭിക്കുമ്പോഴെല്ലാം ചരിത്രം, തത്വജ്ഞാനം, വേദശാസ്ത്രം, വ്യാഖ്യാനങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ വായിക്കും. ഒരു പൂർണ്ണ സന്യാസിയാകാനുള്ള ധ്യാനം, വ്യാകരണം, പ്രാർത്ഥന, ഉപവാസം, മൗനം, സ്നേഹം, അനുസരണം, വിനയം, ശാന്തി എന്നീ സൽപരിശീലനങ്ങളിൽ തിരുമേനി ശ്രദ്ധ പതിപ്പിച്ചു. അങ്ങനെ 1892 25-ാമത്തെ വയസ്സിൽ ബാബ തിരുമനസ്സുകൊണ്ട് വൈദിക സ്ഥാനത്തേക്ക് ഉയർത്തി. ഒരു പൂർണ്ണ ദയറാക്കാരനായി വിശുദ്ധ കുർബാന സമർപ്പിക്കുവാൻ തുടങ്ങി. റംബാൻമാരെ പാത്രിയർക്ക പ്രതിനിധിയാക്കുക സാധാരണമല്ല. എന്നാൽ പരമഭക്തനും പണ്ഡിതനുമായിരുന്ന ഏലിയാസ് റംബാച്ചനെ ബാബ തിരുമനസ്സുകൊണ്ട് പാത്രിയർക്ക പ്രതിനിധിയാക്കി. അത്ഭുതാവഹമായ ദൈവിക സാന്നിധ്യം പ്രകടമാക്കി തുടങ്ങിയ റംബാച്ചനെ 1908 മാർ ഇവാനിയോസ് എന്ന നാമത്തിൽ മെത്രാപ്പോലിത്തയാക്കി വാഴിച്ചു. അധ്യാത്മജ്ഞാനത്താൽ അന്നു മുതൽ ബാവ അത്ഭുത പുരുഷനായി വാണുവന്നു. ക്രിസ്തുനാഥൻ തന്റെ സത്യമാമുപദേശം എല്ലാം നിറവേറ്റി വാണുവന്നു. അധ്യാത്മജ്ഞാനത്താൽ അന്നു മുതൽ ബാവ അത്ഭുത പുരുഷനായി വാണുവന്നു. അങ്ങനെ വർഷങ്ങൾ പലത് പിന്നിട്ടപ്പോൾ ദൈവഹിതത്താൽ മാർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയായി സ്ഥാനാരോഹണം ചെയ്തു. അങ്ങനെ അന്ത്യോക്യായുടെയും കിഴക്കൊക്കയുടെയും അധിപനായി തീർന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധനായ ബാബ തിരുമേനിക്ക് 65 വയസ്സ് പ്രായം എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയിരിക്കുന്ന കാലത്താണ് മലങ്കരയിൽ വർഷങ്ങൾക്ക് മുൻപ് പൊട്ടിപ്പുറപ്പെട്ട ഭിന്നതകൾ രൂക്ഷമാകുന്നത്. എത്രയോ പാത്രിയർക്കീസ്മാർ, മെത്രാൻമാർ, റംബാൻമാർ, വൈദികർ, അങ്ങനെ എത്രയോ ദൈവ ശുശ്രൂഷകർ ജീവനും ആത്മാവും നൽകി വളർത്തിയെടുത്ത ഈ പുണ്യസഭയിലെ ഭിന്നതകൾ ബാബ തിരുമേനിയുടെ മനസ്സിനെ നന്നേ വേദനിപ്പിച്ചു. യേശുമിശിഹാതൻ പുണ്യസഭാംഗങ്ങളിൽ ആശയഭാവങ്ങൾ രൂക്ഷമായി മാറുന്നു. തന്റെ കുഞ്ഞാടുകളെ ഒന്നായി നയിക്കുവാൻ യേശുമിശിഹായിൽ തന്നെ സമർപ്പിച്ചു. തന്റെ കുഞ്ഞാടുകളെ ഒന്നായി നയിക്കുവാൻ യേശുമിശിഹായിൽ തന്നെ സമർപ്പിച്ചു. ഈ ഭിന്നതകളുടെ രൂക്ഷത മനസ്സിലാക്കിയ ബാബ തിരുമനസ് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയായിരുന്ന ഇർവിൻ പ്രഭുവിന്റെ ക്ഷണപ്രകാരം ഭിന്നതകൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുവാനുള്ള ഒരുക്കമായി. ഭയാനകമായ രീതിയിൽ ഹൃദ്രോഗമുണ്ടായിരുന്ന ബാബ തിരുമേനിയുടെ ഇന്ത്യയിലേക്കുള്ള ദീർഘയാത്രയെ അന്ത്യോക്യയിലെ ജനങ്ങൾ ഒന്നടങ്കം വിലക്കുവാൻ ശ്രമിച്ചു. ഒടുവിൽ 75 വയസ്സ് പ്രായം വരുമായിരുന്ന ഹെലീന എന്ന തന്റെ മൂത്ത സഹോദരി പോലും കണ്ണുനീരോടെ കേണപേക്ഷിച്ചു.
എന്നാൽ ബാവാ തിരുമേനിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അരുതു സഹോദരി, പ്രിയമുള്ളവളെ, യാത്ര മുടക്കാൻ മുതിരരുതേ. കർത്താവിൻ കുഞ്ഞാടുകളകലെ മലയാളത്തിൽ അലയുന്നു. അവരെ നയിച്ചൊരു പാതയിലാക്കി അവരോട് ചേർന്നു വസിച്ചിടാൻ ദൈവഹിതത്താൽ യാത്രയയക്കുക. ഇനി നാം കണ്ടില്ലെന്നു വരാം, ഇനി നാം കണ്ടില്ലെന്നു വരാം. ബാവാ തിരുമനസ് അന്ത്യോക്യയിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ തന്റെ ബന്ധുമിത്രാദികളടക്കം അവിടെ കൂടിയിരുന്ന അനേകായിരങ്ങൾ തേങ്ങി തേങ്ങി കരഞ്ഞു തുടങ്ങി. ഇടറിയ കണ്ഠവും തുടിക്കുന്ന അധരങ്ങളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കെ ബാവാ തിരുമനസ് മൂസലിലെ ജനങ്ങളോട് വിട പറഞ്ഞു. യാത്ര തിരിച്ച് 2-3 നാഴിക ദൂരം പിന്നിടുമ്പോഴും തന്നെ അനുഗമിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ ഒന്നടക്കം പൊട്ടി പൊട്ടി കരയുന്നത് കേട്ട് ശിശുഹൃദയനായിരുന്ന ബാവാ തിരുമേനിയും അറിയാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പല രാജ്യങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് SS വാർസോവ എന്ന കപ്പലിൽ യാത്ര തിരിക്കുമ്പോഴും പതിവനുസരിച്ച് ഡോക്ടർമാർ വിനയപുരസ്സരം അറിയിച്ചു: അങ്ങ് യാതൊരു കാരണവശാലും ഈ ദീർഘയാത്ര തുടരരുത്, കഴിയുമെങ്കിൽ തിരിച്ചു പോകണം. അപ്പോഴും ബാവാ തിരുമേനി ഇങ്ങനെ മറുപടി നൽകി: ആടുകൾ അനവധി വഴികൾ തിരിഞ്ഞാൽ അവയെ നയിപ്പതു സാഫല്യം. അതിനായി മലയാളക്കരയെത്താൻ അവരെ നയിക്കാൻ ഇടയൻ ഞാൻ. ഇനി ഈ യാത്ര മുന്നോട്ട് മലങ്കര സഭയിലെ മക്കൾക്കായി, ഇനി ഈ യാത്ര മുന്നോട്ട് മലങ്കര സഭയിലെ മക്കൾക്കായി, മലങ്കര സഭയിലെ മക്കൾക്കായി. മക്കളെ, ഈ ഇടയന്റെ ശബ്ദം കേട്ട് മലങ്കരയിലെ ആത്മീയ മക്കൾ സത്യത്തിന്റെ പാതയിലേക്ക് വരുമോ എന്ന് പരിശ്രമത്തിനായി നാം പോകുന്നു. ഈ യാത്രയിൽ തിരിച്ചുവരവ് നമുക്ക് പ്രത്യാശയില്ല. അതിനേക്കാൾ നാം ആശിക്കുന്നത് ആത്മീയ മക്കളുടെ സുഖസമാധാനത്തെയും ജീവനെയുമാണ്. ഇത്രയും അരുളി ചെയ്ത ശേഷം യാത്ര തുടരാൻ കൽപ്പിച്ചു. വളരെയും അപകടകരമായ ഈ കടൽ സാഹസിക യാത്രയിൽ സഹയാത്രക്കാർ പരിഭ്രാന്തരായപ്പോൾ ബാവാ തിരുമനസ് അവരെ സ്വാന്തനപ്പെടുത്തി. സമുദ്രത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ കാറ്റും കോളും പേമാരിയും കപ്പലിനെ ആകെ ഉലയ്ക്കുവാൻ തുടങ്ങി. വാവിട്ട് കളയുന്ന സഹയാത്രക്കാരെ ബാവാ തിരുമേനി സ്വാന്തനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അലകടൽ ഇളകിമറിയുമ്പോഴും ആത്മാവ് മിശിഹായിൽ അർപ്പിച്ചു. പരിചാരകരാം യാത്രക്കാർ പരിഭ്രാന്തരായി കരയുന്നു. അപ്പോഴും മിശിഹായിൽ സർവസ്വവും സമർപ്പിച്ചു. അലറി ഉയർന്ന തിരമാലകൾ അലയടിച്ചും ആ കപ്പൽ ദിനരാത്രങ്ങൾ അങ്ങനെ പിന്നിട്ടു നിരങ്ങി നീങ്ങി.